മിനിഞ്ഞാന്ന് നമ്മൾ മലയാറ്റൂര് പോയിട്ട് ഇന്നലെ രാവിലെയാണല്ലോ എത്തിയത്. അപ്പൊ ഇന്നലെ അപ്പം കൊണ്ടുവന്ന് വെച്ച മീനാണ് കേട്ടോ. ഒരു ചമ്പനും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചാളയും. എനിക്ക് മുട്ടുകാല് വേദന ആയതുകൊണ്ടിട്ടേ ഞാൻ പിന്നെ അതൊന്നും തൊടാനേ പോയില്ല കേട്ടാ. ഇന്നാണ് നമ്മൾ അത് കറി വെക്കാൻ വേണ്ടി പോകണം. അപ്പൊ അതേ ചാളയും വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്, ചമ്പനും നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കോളിഫ്ലവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെട്ടാ വറുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അത് അവിടെ ഇരുന്ന് വാടി ഒരു പരി പോയി കേട്ടാ. പിന്നെ കളയാനും കഴിയൂല. എന്നാ പിന്നെ 2 ഉരുളക്കിഴങ്ങിട്ട് അതങ്ങ് താളിച്ചെടുക്കാൻ കരുതി. കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലട്ടെ, എന്റെ ഒരു രീതിക്ക് അങ്ങോട്ട് വെച്ചെടുക്കണം എന്ന് മാത്രം. ഒരടപ്പിലോട്ട് ചാളയും തിളപ്പിക്കാൻ വേണ്ടി വെച്ച, അപ്പുറത്തെ അടുപ്പിലോട്ട് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെന്ത് കിട്ടിയപ്പോഴത്തേക്കും അതൊരു മസാലക്കറിയായിട്ട് വെച്ചെടുക്കുന്നുണ്ടേ. ഉള്ള കാര്യം പറയല, ചാളക്ക് ഇപ്പൊ നെയ്യില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. പിന്നെ ഒരു മീൻചാറും കൂട്ടി തിന്നാന്ന് മാത്രം. അങ്ങനെ ചാളക്കറി റെഡിയായി. പിന്നെ ഒരു ചമ്പൻ ഉണ്ടായിരുന്നു, അത് ഞാൻ വറുക്കാനായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ആമിക്കുട്ടിയും ആലും മാത്രമുള്ള, അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും 3 കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതേ വറുക്കാനും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വലിയ ബുധനും പെസഹാവയാടും ദുഃഖ വെള്ളിയൊക്കെ ഇനി പച്ചക്കറി ആയിരിക്കും കേട്ടോ. ഇന്നും കൂടെ ഉള്ളട്ടെ മീനിന്റെ ഈ കത്തിക്കല്. ഞാൻ ചോറ് കുറച്ച് തിളപ്പിച്ചിറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും അടച്ചിട്ടിട്ടുണ്ട്. മീൻ വറുക്കാനിട്ടത് അതേ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചെറിയ തീയിൽ മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ ചാളക്കറിയും നമ്മുടെ ഒരു തട്ടിക്കൂട്ട് പച്ചക്കറിയും മീൻ വറുത്തതും ഒക്കെ. ഇനിയിപ്പോ ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഇന്നലത്തെ ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അത്ര ഉള്ളട്ടാ.